വിളിക്കുമ്പോ ഇവനൊക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ? ഭാഗ്യക്ക് കൊള്ളാത്തവന്മാര്. ഇവൻ പുതിയ എന്തോ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായി പരവേശം. എന്താന്ന് കേട്ടു നോക്കാം. മുകുന്ദനുണ്ണി ഇതെവിടെ പോയി? അയാളെയും കാണുന്നില്ലല്ലോ. പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി? അതാ DYSP അല്ലേ? നിയമത്തിന്റെ വഴിയെ പോവാനവൻ തീരുമാനിച്ചോ? അങ്ങനെയെങ്കിൽ രാധയെ കിട്ടാൻ ഒരു മാർഗവുമില്ല. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. രാധയും കൊണ്ട് അവരെത്തിയും തോന്നുന്നു. ഇയാളാണ്. ഒരു പക്ഷെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടായിരിക്കും വരുന്നത്. ഹലോ മേഘനാഥൻ സാർ, ഗുഡ് മോർണിംഗ്. വെറുതെ ഔപചാരികത കാണിച്ചും പറഞ്ഞും സമയം കളയലെ DYSP സാറ്. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ എന്തായെന്ന് പറയൂ. രാധയെ കിട്ടിയോ അവർക്ക്? കിട്ടിയില്ലേ? അപ്പം അത് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ രാധയെ പിടിച്ചോണ്ട് വരാൻ അച്ചാരവും വാങ്ങി പോയിരിക്കുന്നത്. ഇപ്പൊ ക്ലിയറായി. പോലീസുകാരൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി കൊടുത്തിരിക്കുക രാധയെ പിടിക്കാൻ. പക്ഷെ മേഘൻ സാർ, ഞാൻ വിചാരിച്ചു ഹൈദറും സംഘവും അവളെ ഇതിനകം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കാണുമെന്ന്. എവിടെന്ന്? നിങ്ങളോ ഞാനോ വിചാരിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല കാര്യങ്ങള്. ഹൈദറുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും അയാള് കോൾ എടുക്കുന്നില്ല. പറഞ്ഞ പണം എണ്ണിക്കൊടുത്തത് തന്ന വാക്ക് പാലിക്കുമെന്ന് കരുതിയിട്ട. അല്ലാത്ത പക്ഷം എന്തു വേണോന്ന് ഈ മേഘനാഥൻ അറിയാം. ഞാനൊന്ന് ഹൈദറെ വിളിച്ചു നോക്കട്ടെ. യു റിലാക്സ്. ചെവിക്കകത്ത് വെള്ളവും കയറി. ഭവാനിയമ്മ അവിടെ നിന്തോന്നാ ഒളിഞ്ഞു നോക്കുന്നത്? എന്താ കിട്ടുന്നില്ലല്ലേ? അതോ എടുക്കുന്നില്ല അവൻ? കോൾ എടുക്കുന്നില്ല. എടുക്കില്ല. എന്തൊക്കെയായിരുന്നു അവനെ കുറിച്ച് നിങ്ങളുടെ ഒരു പുകഴ്ത്തല്? മേഘൻ സാർ, പ്ലീസ്, നിങ്ങൾ ഹൈദറെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു ടാസ്ക് ഏറ്റെടുത്താൽ എന്ത് വില കൊടുത്തും അത് നടത്തിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ആളാണ് ഹൈദറിൽ. എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്നിട്ടാണോ വിളിച്ച ഫോൺ പോലും എടുക്കാൻ മര്യാദ കാണിക്കാത്തത്? ചിലപ്പോൾ ഫോൺ എടുക്കാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാകും സാർ. ഒന്നുകിൽ ഡ്രൈവ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലാവും, ഒരുപക്ഷെ റേഞ്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അവൻ അതുകൊണ്ടായിരിക്കും എടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഹൈദർ ഒരു ഭീരുവാണെന്നോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനാണെന്നോ പറയരുത്. ഒരൊറ്റയാന്റെ ചങ്കൂറ്റവും ധൈര്യമുള്ളവനാണ് ഹൈദർ. എനിവേ, യു പ്ലീസ് ബിലീവ് മീ. എന്റെ ഉറപ്പാണ് മേഘനാഥൻ സാറിന്. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് രാധയെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഹൈദരലി അല്ലെങ്കിൽ ഈ DYSP മുകുന്ദനുണ്ണി കൊണ്ടുവരുവോളെ വാക്കാണ്. വിശ്വസിക്കാലോ? വിശ്വസിക്കാം.
ഇന്നിരുട്ടി നാളെ വെളുത്തു കഴിഞ്ഞാൽ അവളെ നിങ്ങൾക്ക് ഭാര്യയാക്കുകയോ ദേവിയാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഞാനും കാണും സപ്പോർട്ടിന്. ആദ്യം എനിക്ക് അവളെ എൻ്റെ ഭാര്യയാക്കണം. താലി കെട്ടി പുടവ കൊടുത്ത് ഈ മേഘനാഥന്റെ മാത്രം സ്വന്തമാക്കണം ആ രാധക്കുട്ടിയെ. അത് കഴിഞ്ഞ് എക്കാലവും രാധ എൻ്റെ അന്തഃപുരത്തിലെ ദേവിയായിരിക്കും. അത് കഴിഞ്ഞ് വേണം ആ ദർശനയെയും സൗഭാഗ്യയും കൊണ്ടുവരാൻ. പക്ഷെ എന്നും എൻ്റെ ദേവി രാധ മാത്രമായിരിക്കും. അവളെ എനിക്ക് കൂടുതൽ ഇഷ്ടം. വേസ്റ്റ്. എല്ലാം നടക്കും മേഘൻ സാർ. നാളെ തന്നെ താലി കെട്ടാം. ഇപ്പോഴേ വേണ്ടതല്ല നിങ്ങൾ വാങ്ങിവെച്ചോളൂ. സമയം കളയട്ട. എന്താണ് അവിടെ നിലവിളിയും ബഹളമൊക്കെ? അത് പിന്നെ ചോദിച്ച കേട്ടില്ലടാ. കേട്ട സാർ. അയ്യോ സാർ, ഇല്ല ഇല്ല. ഇവിടെ തന്നെ നിൽക്കാതെ അങ്ങോട്ട് പോടാ. ആഹാ. ഓ, താൻ എന്താ അവിടെ ഒളിച്ചു നിൽക്കായിരുന്നോ? ഞാനല്ല, ഭവാനിയമ്മ. അമ്മ അവിടെ ഉണ്ടോ? ഉണ്ട് സാർ. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ അവിടെ ഒളിഞ്ഞു നിൽക്കുമായിരുന്നല്ലേ? അതെന്ത് വർത്തമാനാ മേഘനാഥ നീ പറയുന്നത്? എന്റെ വീട്ടില് എനിക്കെന്താ ഒളിഞ്ഞു നിൽക്കേണ്ട കാര്യം? നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ടും ഡിവൈഎസ്പി സാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ടും ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. മണിച്ച, നീ അത്യാവശ്യമായി ടൗണിൽ പോയി ഒരു കല്യാണപ്പുടവ വാങ്ങണം. ജ്വല്ലറിയിൽ പോയി താലി ചാർത്താൻ ഒരു മാലയും. മേഘനാഥ, വിളിച്ചു കൂവി ശബ്ദമൊന്നും കളയണ്ട. അകത്തൊളിച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ താലിമാലയും പുടവയൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. രാധയുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കാൻ പോവുക. ചിലപ്പോ ഇന്ന്, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ. ആ, നിങ്ങളും വേലയനും കൂടി ശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ഈ മേഘൻ വിജയിക്കുന്നു. ദാ, ഈ മുകുന്ദനുണ്ണി സാറിന്റെ സഹായത്തോടെ. ആ,
എങ്ങനെയുണ്ട് വൈദ്യരെ? മൂത്തോനൊന്ന് കൂപ്പിടെ. നിങ്ങൾ ദൈവത്തെ പോലെ എന്റെ പ്രസാദേട്ടന് ഒരു ആപത്തും വരുത്തരുത്. நீங்க இவங்களோட யாரு? சொல்லுமா, நிஜமா நீங்க யாரு? இவங்க பொண்டாட்டி தான். தாலி இருக்கு, பார்த்தது இல்லையா? காலு கையெல்லாம் நல்லா கசக்கி விடு. രക്ഷിക്കണം മൂത്തോനെ. എനിക്ക് വേറെ ആരുമില്ല. നിങ്ങൾക്ക് 100 പുണ്യം കിട്ടും. இது சாதாரணமான பிரச்சனையே இல்லை. யாராவது கிட்ட அடிபடி போட்டிருக்கா? കുറെ ദുഷ്ടന്മാരെ ഉപദ്രവിച്ചത് എങ്ങനെ രക്ഷിക്കണം? நிறைய ரத்தம் போயிருக்கு, அதனால ரொம்ப கஷ்டம். இன்னும் 8-10 மணி நேரத்துக்குள்ள ஐயா கண்ணு துறக்காம இருந்தா பொழைக்கிறது கஷ்டம். செத்து போயிடும். രക്ഷിക്കണം മൂത്തോനെ. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ. പ്രസാദേട്ടന്റെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതി. நான் எனக்கு முடிஞ்ச அளவுக்கு பாக்குறேம்மா. ஆனா உச்சிமாளி அம்மன் தான் இவரை காப்பாத்தணும். அந்த நடையில போய் கெஞ்சி கேளுங்க. அந்த அம்மா தான் உங்களுக்கு உதவி பண்ணணும். வாமா, நீங்க இனிமே எங்க இருக்க வேணாம். உச்சிமாலை அம்மன் நடையிலே போய் கும்பிடு. அதுதான் இனி செய்ய முடியும். வாமா. ജഗദീഷ്, ജഗദീഷ്, ജഗദീഷ്,
ജാക്സൺ! ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കോപ്പ്. ദേ, എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത? ഇന്നലെ രാത്രി ആ പെണ്ണ് തനിച്ച് ആക്രമിച്ച് പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. മറ്റെന്തെങ്കിലും കാരണം പറയണം. ഹലോ, നീ കേൾക്കുന്നുണ്ടോ ഹൈദർ? ഓ സർ, ഇന്നലെ രാത്രി കാട്ടിൽ വെച്ചൊരു അറ്റാക്ക് കടന്നു. ഒരു ഒറ്റയാൻ ഞങ്ങളെ ആക്രമിച്ചു. ഓ മൈ ഗോഡ്. എന്നിട്ട് അപകടം എന്തെങ്കിലും സംഭവിച്ചോ നിനക്ക്? ആ സമയത്ത് ജഗദീഷും ജാക്സണുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഇപ്പോൾ മിസ്സിംഗ് ആണ് സർ. നിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ, പിന്നെന്താ പ്രശ്നം? അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ജീവൻ കൊണ്ടുള്ള പാച്ചിലായിരുന്നു. അപ്പോൾ ഛേ, നീ എന്താടാ ഈ പറയുന്നത്? അത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ സമാധാനം പറയേണ്ടത് നമ്മളല്ലേ? എന്ത് സമാധാനമാണ് സർ പറയേണ്ടത്? ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സാറ് ആ കാര്യം വിട്ട് മറ്റു വല്ലതും പറയാം. മറ്റെന്ത് പറയാൻ? ആ പെണ്ണിനെ കിട്ടാതെ ഒരു സ്വൈരവും കിട്ടില്ല ഇവിടെ. മേഘനാഥൻ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നെ വിളിച്ചു വരുത്തി സംസാരിച്ചു. എങ്ങനെയും നീ രാധയെ അയാളുടെ കൈവെള്ളയിൽ എത്തിക്കുമെന്നാ ഞാൻ വാക്കുകൊടുത്തിരിക്കുന്നത്. 1ഉം 10ഉം അല്ല, രൂപ 25 ലക്ഷമായി എണ്ണി വാങ്ങിച്ചിരിക്കുന്ന ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സർ. സത്യം പറഞ്ഞാ ജീവൻ പണയം വെച്ച് കഴിഞ്ഞാ ഞാൻ ഈ സംസാരിക്കുന്നത്. സാറിനത് മനസ്സിലാവാത്തോണ്ടാ. എന്ന് പറഞ്ഞ നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ മറച്ചു പിടിക്കുന്നത് പോലുണ്ടല്ലോ. സത്യം പറ, എന്താ നടന്നത്? ഞാൻ പറയുന്നത് സാർ മനസ്സിലാക്കണം. ഇന്നലെ ഞങ്ങൾ വീണ്ടും അവളെ കണ്ടിരുന്നു. കാട്ടി വെച്ച് തന്നെ. കണ്ടോ? എന്നിട്ട്? Oh my God, I can't believe this. ആ പെണ്ണ് തനിയെ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തു എന്നും കൊക്കയിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞാൽ മൊത്തത്തിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ ഇതിന്. മേഘൻ പോലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സത്യം ഇതാണ് സർ. എന്നിട്ട് ആദ്യം നീ ഒറ്റയാൻ ആക്രമിച്ച കാര്യമാണല്ലോ പറഞ്ഞത്. ഒരു പെണ്ണടിച്ച് താഴെയിട്ടു എന്ന് പറഞ്ഞാ നമുക്കല്ലേ സർ നാണക്കേട്? അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ ഒരു നരിന്ത് പെണ്ണിനെ ഹൈദർ അലി ഹുസൈന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത്? ആ, അതിരിക്കട്ടെ. നീ പറഞ്ഞതുപോലെ അവൾ കൊക്കയിലേക്ക് ചാടിയതെങ്കിൽ ബാക്കി എന്തെങ്കിലും കിട്ടാനുണ്ടാകുമോ? ഐ മീൻ ബോഡിയെങ്കിലും. എന്റെ ഊഹ ശരിയാണെങ്കിൽ അവക്കൊരു പുല്ലും പറ്റി കാണില്ല. അവന് മാത്രമേ പരുക്കുണ്ടാവൂ. ആ ശരി ശരി, ഒരു കാര്യം ചെയ്യും. അടിവാരത്ത് ആൾ താമസമുള്ള ഊരുകളും മനുഷ്യരും ഉണ്ടാവും. പുറത്തു നിന്നുള്ള മനുഷ്യർക്ക് അവരുടെ കണ്ണ് വെട്ടിക്കാൻ എളുപ്പമല്ല. നീ ആ വഴിക്കൊന്ന് അന്വേഷിക്ക്, എന്നിട്ടെന്നെ വിളിച്ചാൽ മതി. പോലീസ് ഫോഴ്സ് വഴി എന്ത് ചെയ്യാമെന്ന് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി സാർ, ഞാൻ വിളിക്കാം. ആദ്യം ഞാൻ ജഗദീഷിനെ ജാക്സനെ ഒന്ന് തപ്പട്ടെ. ഇതിപ്പോ ഞാൻ ആ മേഘനാഥനോട് എന്തു പറയും? ആകെ കലിപ്പാകുന്ന ലക്ഷണമാണല്ലോ. ജാക്സൺ! ജഗദീഷ്! ജാക്സൺ! ജഗദീഷ്! இதுதான் நம்ம காடுக்கும் ஊருக்கும் தேவதை உச்சிமாளி அம்மன். இவங்க முன்னாடி கெஞ்சி கேட்டாதான் எல்லாமே கிடைக்கும். உன் கணவனை திரும்பி கிடைக்கணும்னு கெஞ்சி கேளு. நல்லா கேளு, உனக்கு கிடைக்கும்.